ഹായ്, ഞാൻ സുധാ മഴമേഘം. ഇന്ന് നമ്മൾക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മത്തി കുറച്ച് മത്തിക്കറിയും വയ്ക്കാൻ കുറച്ച് വറുക്കാനുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അതിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, പുളി, പിന്നെ നമ്മൾക്ക് അരയ്ക്കാനായിട്ട് നാളികേരം, ജീരകം, അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി കൂടി അരച്ചെടുക്കാം. പിന്നെ നമുക്ക് കടുക് താളിക്കാനായിട്ട് കടുക്, വെന്തയം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് ഈ പുളി. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് പുളിപ്പിനനുസരിച്ചിട്ട് ആവശ്യമുള്ളത് എടുക്കാം. പിന്നെ ഉപ്പാണ്, അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിതെല്ലാം പാചകം ചെയ്ത് തുടങ്ങിയാലോ? ഇത് നന്നായിട്ട് മൊരിയുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർക്കാം. മസാല നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇതാ, ഇനി നമ്മൾക്ക് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. മത്തിക്കറിക്കുള്ള ഗ്രേവി ഇതാ കറക്റ്റ് വെള്ളവും എല്ലാം ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ചിട്ട് നമ്മൾക്ക് മീൻ ആ സമയത്ത് ഇട്ട് കൊടുക്കുക. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾക്ക് മത്തിക്കറി റെഡിയാകുമ്പോഴേക്ക് മത്തി ഈ ഗ്യാസിൽ നമുക്ക് വറുത്തെടുക്കാം.
മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരുപാട് വേകാൻ പാടില്ല, എല്ലാം ഉടഞ്ഞ് പോവും. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ആയാൽ നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് കുറച്ച് നേരം സെറ്റാക്കാൻ നമുക്ക് വെക്കാം. അതുപോലെ മത്തി വറുത്തത് റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളായി ഈ കറിയൊക്കെ വയ്ക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.